പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും സായിഗ്രാം ഡയറക്ടറുമായ കെ.എൻ. ആനന്ദകുമാർ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ തുടരുന്നു. കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. പാതിവില തട്ടിപ്പിനെക്കുറിച്ച് സായിഗ്രാമം ഡയറക്ടർ കെ.എൻ. ആനന്ദകുമാറിന് അറിയാമായിരുന്നുവെന്ന പോലീസ് വാദം അംഗീകരിച്ചാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. പണം ലഭിച്ചത് ട്രസ്റ്റിനാണെന്ന ആനന്ദകുമാറിന്റെ വാദം കോടതി പരിഗണിച്ചില്ല. തട്ടിപ്പുമായി വ്യക്തിപരമായി ബന്ധമില്ലെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും കോടതി വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ശാസ്തമംഗലത്തെ വസതിയിൽ നിന്ന് ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട ആനന്ദകുമാറിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ECGയിൽ വ്യതിയാനം കണ്ടതോടെ കാർഡിയോളജി വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്ത ആനന്ദകുമാർ നിലവിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോതമംഗലത്ത് രജിസ്റ്റർ ചെയ്ത കേസിലാകും ക്രൈംബ്രാഞ്ച് ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുക. ആനന്ദകുമാറിനെ ആലപ്പുഴയിലും കൊച്ചിയിലും എത്തിച്ച് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. BJP കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ ഉൾപ്പെട്ടതാണ് പാതിവില തട്ടിപ്പ് കേസ്. മുഖ്യപ്രതി അനന്തകൃഷ്ണന് പുറമെ ആനന്ദകുമാറിനെ കൂടി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ ഗൂഢാലോചന സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. 5 ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത 34 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.